ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മീൻ ഫ്രൈ ആക്കിയിട്ട് അത് നമ്മൾ കൈകൊണ്ട് തന്നെ പിച്ചിട്ട് ഒരു തോരൻ പോലാക്കി വിത്ത് റൈസാണ് ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഒരു തോരൻ പോലെ ഇരിക്കും കണ്ടാൽ, പക്ഷേ അത് വെറൈറ്റിയാണ്. പിന്നെ അതിനൊരു പാൻ അടുപ്പിൽ വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ ഏതെണ്ണയാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായി നല്ലപോലെ ചൂടായി വരുന്നത് വരെ നമ്മൾ കാത്തിരുന്നതിന് ശേഷം നമ്മൾക്ക് 2-3 ഏലക്കായും 2-3 ഗ്രാമ്പും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്കിതിന് കിട്ടിയിരിക്കുന്ന മീനെന്ന് പറയുന്ന സ്രാവാണ്. പിന്നെ നെമ്മീൻ കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പക്ഷേ ഞാൻ സ്രാവ് മേടിച്ചത് നല്ല പച്ച സ്രാവ് നോക്കി മേടിക്കണം. മീൻ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ മുള്ളുള്ളത് കൊണ്ടാണ് ഈ 2 മീൻ തന്നെ മതിയെന്ന് തിരഞ്ഞെടുത്തത് നമ്മൾ. കാരണം അതാകുമ്പോൾ നമുക്ക് പിന്നെ മുള്ളു കൊള്ളത്തില്ലല്ലോ, അല്ലെങ്കിൽ ബാക്കിയെല്ലാം മുള്ളു കൊള്ളു. എന്നിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ആദ്യം തന്നെ ഇരുന്ന് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം വെളുത്തുള്ളിയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ടു. നല്ലപോലെ ഒന്ന് വന്നതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല റോസ് കളറും ബ്രൗൺ കളറും വന്നാലേ നമുക്കത് എൻ്റെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. എനിക്ക് റെസിപ്പി തന്നിരിക്കുന്ന എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡ് അനിയൻ പുള്ളിക്കാരനെ നീണ്ടകാരക്കാരുടെ ഒരു പ്രത്യേകത ഇത്. ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് സവാള കുഞ്ഞാന്ന് ചെറുതായിട്ട് കൊത്തിയായിരുന്നു ഇട്ട് കൊടുക്കേണ്ടത്. സവാളയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് സവാള നല്ലപോലെ വഴണം. കാരണം എന്ന് വെച്ചാൽ സവാളയുടെ പച്ച നമുക്ക് പാടില്ല, പച്ചയുടെ മണം വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ സവാള നല്ലപോലെ വഴറ്റണം. അതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ പീസും 2-3 പയറിൻ്റെ ഇലൊക്കെ കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് ക്യാരറ്റും, പിന്നെ 2 പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകൊന്നും ഒത്തിരി ഒന്നും ഇടണ്ട, 2-3 മാത്രം മതി. ഒരുപാട് ഇതിന് വേണ്ടി വരത്തില്ല, കാരണം വിത്ത് നമ്മൾ റൈസായിട്ട് ഇങ്ങനെ കഴിക്കുന്നതല്ലേ, അതുകൊണ്ട്. പിന്നെ കറിവേപ്പില എനിക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ വേണം, അതുകൊണ്ട് കറിവേപ്പില ഞാൻ ഇടാറുണ്ട് കേട്ടോ. പിന്നെ നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് നമ്മൾ ഓണിയൻ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓണിയൻ ലീഫ് നല്ല ഫ്ലേവറാണ്. കുറച്ച് റെഡ് ക്യാപ്സിക്കം അത് ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റണം. പിന്നെ നമ്മൾ റൈസ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സെല്ല റൈസ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം. സെല്ല റൈസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന നമുക്ക് ചോറ് വെച്ച് അരി ഊറ്റി മാറ്റി വെച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. ഈ മല്ലിച്ചപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഇളക്കുമ്പോൾ നല്ല മണം കിട്ടാൻ വേണ്ടി, നല്ല ഫ്ലേവറാണ് അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് മസാലകളാണ്. മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുത്ത്, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം 1 കിലോ മീനാണ്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി എല്ലാം ഇച്ചിരിച്ചേ മതി. ഇപ്പോൾ ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് പെരിഞ്ജീരകം ഒരു കാരണവശാലും നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം പെരിഞ്ജീരകം ഇതാണ് അതിൻ്റെ ഹൈലൈറ്റാണ്. പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടിയുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി വഴറ്റണം. പിന്നെ ഒരു ശകലം നാരങ്ങ നീര് 1 സ്പൂൺ മതി. കാരണം നമ്മളിതിന് പുളിയൊന്നും വേറെ ചേർത്തിട്ടില്ല, മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് ഈ നാരങ്ങ നീര് തന്നെയാണ് അതിൻ്റെ പുളി. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളൊന്ന് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊടിച്ച മീനാണ് കേട്ടോ. പൊടിച്ച് വെച്ചേക്കുന്ന മീൻ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ മീനും കൂടി നല്ലപോലെ ഇളക്കി മിക്സാക്കണം. നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം എല്ലാ മസാലയും എല്ലായിടത്തും പിടിക്കണം ആ മീൻ. എന്നാലേ നമുക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും പിടിച്ച് വരണ്ടേ. അപ്പം നമ്മൾ റൈസ് എടുക്കുമ്പോൾ എപ്പോഴും സെല്ല റൈസോ ബസുമതി റൈസോ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിപ്പം കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഞാൻ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, കുറച്ച് നല്ലൊരു മണം കിട്ടാൻ. പിന്നെ നമ്മൾ ചോറ് വെച്ചത് ഒരു പ്ലെയിൻ പാത്രത്തിലോട്ട് നമ്മൾ ഒരു ലെയർ ചോറാണ് ആദ്യം നമ്മൾ എടുത്തിട്ടുണ്ട് പ്ലെയിൻ പാത്രത്തിനകത്ത്. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ, കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് ഓണിയൻ ലീഫ്, കുറച്ച് ക്യാപ്സിക്കം റെഡ് ഗ്രീന്. കാരണം അതൊരു നല്ലൊരു കളർ നമുക്ക് അതിൻ്റെ പാത്രത്തിൻ്റെ പുറത്തൂടെ നമ്മൾ നോക്കുമ്പോൾ നല്ല കളർ കിട്ടും. പിന്നെ ഇത് കാണുന്ന കണക്ക് തന്നെ ഭംഗി, കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മറുപടി തരണം. ഇനി നമുക്ക് ഇച്ചിരി നാരങ്ങാ നീരും കൂടെ അതിൻ്റെ മുഖത്ത് ഒഴിച്ച് കൊടുക്കാം, ചോറിനൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ വേണ്ടത്
നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന മസാല ഫിഷിൻ്റെ തോരൻ അത് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ഒരു ലെയറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം താഴെ ചോറും മേളിൽ ഒരു ലെയർ ഫിഷും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫിഷ് നമ്മൾ ചെയ്യുമ്പോൾ ഈ സൈഡിലെല്ലാം നല്ലപോലെ വരണം, എന്നാലേ നമുക്ക് സൈഡിൽ പുറത്തോട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ ചോറ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആ അടിയിലും ആ ഒട്ടും നമുക്ക് പുറത്തോട്ട് കാണാൻ പാടില്ല, മീൻസ് ചോറിൻ്റെ പുറത്തോട്ട് വരരുത്. കാരണം അത് സൈഡിൽ കൂടെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഫിഷിൻ്റെ ആ കൂട്ട് നമ്മൾ താഴെ തന്നെ കാണണം കേട്ടോ. എന്നിട്ട് മൂന്നാമത്തെ ലെയർ ചോറും ഇത് നമ്മൾ അതിൻ്റെ പുറത്തിട്ട് കൊടുക്കും. മൂന്നാമത്തെ ലെയർ ചോറും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ നമ്മൾ ആ തവി കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ താത്ത് കൊടുക്കണം താഴോട്ട്. കാരണം ഒന്ന് അമങ്ങിയിരുന്നാലേ നമുക്കത് വിളമ്പാൻ നമ്മളൊരു എന്താ പറയുക, ഒരു കൈപ്പത്തിയുടെ തവി കൊണ്ടാണ് നമ്മൾ വിളമ്പുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ വിളമ്പി എടുക്കുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ ഒരു കേക്ക് ഇങ്ങനെ മുറിച്ചെടുക്കുന്നൊരു ഫീലിംഗ് ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളെയും കൂടെ അത് കാണിച്ചില്ലേ. 13 വർഷത്തിന് ശേഷമാണ് ഇത് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല അടിപൊളിയാണെന്ന് കഴിച്ചിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം എല്ലാവരും അത് നോക്കിയിട്ട് ചെയ്യണം. എന്നിട്ട് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്ക്. ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാകും കേട്ടോ. എല്ലാവരും കൂടെ പിന്നെ ഹെൽപ്പ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഞങ്ങളെ സഹായിക്കണം. എല്ലാവർക്കും താങ്ക് യു.